മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എൻ്റെ അടുത്ത ഒരു ബന്ധു ഫോണിലൂടെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റംബർ സ്പീച്ചിൻ്റെ കോമ്പറ്റീഷൻ. എക്സ്റ്റംബർ സ്പീച്ച് എന്നാണ് പറഞ്ഞതെങ്കിലും വിഷയം നേരത്തെ കൊടുത്തതുകൊണ്ട് എക്സ്റ്റംബർ എന്ന വാക്കിന് അർത്ഥമില്ല. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് തോന്നി വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും അറിയണം, ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും അറിയണം എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥന എന്ന വാക്ക്, സ്തുതി എന്ന വാക്ക്, കീർത്തനം എന്ന വാക്ക്, ഇതെല്ലാത്തിനും വ്യത്യാസമുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞ വികാരത്തോടുകൂടി, പ്രത്യേകിച്ച് നന്മ നിറഞ്ഞ വികാരത്തോടുകൂടി എന്താണോ നമ്മൾ ഈ പ്രപഞ്ച ശക്തിയോട് ചോദിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് പ്രാർത്ഥന. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു, ഐ ആം റിക്വസ്റ്റിംഗ് യു. അതുകൊണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങളെല്ലാം 100% അർത്ഥമറിഞ്ഞുകൊണ്ടേ ആലപിക്കാവൂ. പ്രാർത്ഥനാ മന്ത്രങ്ങളെല്ലാം 100% അർത്ഥമറിഞ്ഞുകൊണ്ടേ ആലപിക്കാവൂ. കീർത്തനങ്ങള് നമ്മൾ ഈശ്വരനെ വിവരിക്കുകയാണ്. സ്തുതി എന്ന് പറയുന്നതും വിവരണമാണ്. വിവരിക്കുന്നതിൽ ചിലപ്പോൾ അർത്ഥമറിയണമെന്ന് വലിയ നിർബന്ധമില്ല, അർത്ഥമറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്നതില് നിർബന്ധമായും അർത്ഥമറിയണം. ഉദാഹരണമായിട്ട് ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അതൊരു പ്രാർത്ഥനയാണ്. ഈ നരകത്തിൽ നിന്നെന്നെ കരകയറ്റിയിടണം, പ്രാർത്ഥനയാണ്. അതേ സമയത്ത് പാവമാം എന്നെ നീ കാക്കുമാറാകണം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, ഇത് പ്രാർത്ഥനയാണ്. അതേ സമയത്ത് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ, വർത്തമാനവും ഭൂതവും ഭാവിയും നീയല്ലോ, ഇത് മൊഴിയിൽ മോർക്കിൽ നീ. ഇത് സ്തുതിയാണ്, വിവരണമാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇത് നമ്മൾ വിവരിക്കുകയാണ്, നമ്മൾ സ്തുതിക്കുകയാണ്, നമ്മൾ ജഗതീശ്വരനെ മഹത്വത്തെക്കുറിച്ച് അവനവനെ ബോധ്യപ്പെടുത്തുക, സ്തുതിയാണ്. അതേ സമയത്ത് ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. നിന്നിലസ്പന്ദമാകണം എന്ന വാക്ക് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ്. എന്നുള്ളിലാകണം, പ്രാർത്ഥനയാണ്. ആഴണം വാഴണം നിത്യം, വാഴണം സുഖം, പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്തിൻ്റെയും അർത്ഥം അറിഞ്ഞിരിക്കണം. സ്തുതിക്കുമ്പോ നമ്മള് ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമ നവചമ ഏകാദശചമേ ത്രയോദശചമേ, ഇത് വിവരണമാണ്. നിന്റെ മഹത്വത്തെ ഞാൻ ഇതാ വിവരിക്കുന്നു. നമസ്തേ രുദ്രമന്യവബുദോദൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദേ നമഃ. യാ തൈഷ ശിവതമാ ശിവം ബഭൂവതേതനോ ശിവാചരവ്യായാതവതയാനോ രുദ്രമൃഡയ യാതേ രുദ്ര ശിവാതനൂരഘോരാപാപകാശിനി. വിവരണമാണ്. ഇതൊന്നും പ്രാർത്ഥനയല്ല. നമ്മൾ സ്തുതിക്കുന്നു അല്ലെങ്കിൽ കീർത്തനത്തിലൂടെ ആലപിക്കുന്നു. ഇനി പ്രാർത്ഥന എന്തിനുള്ളതാണ്? അതാണ് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്റെ പാപത്തെ നീ ഏറ്റെടുക്കാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താ പ്രയോജനമില്ലെന്ന് പറയാൻ കാരണം അറിയാമോ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് കർമ്മത്തിനും തത്തുല്യമായിട്ടുള്ള ഒരു പ്രതികർമ്മമുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അത് ആ ആക്ടർ അനുഭവിക്കണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരും. അപ്പൊ ഞാൻ ചെയ്ത കർമ്മം അത് വേറൊരാൾ, യേശുക്രിസ്തു കുരിശിലേറിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള ഓരോ കൊലപാതകിക്കും വേണ്ടി വേറൊരുവനെ തൂക്കിക്കൊന്നാൽ മതി എന്നാണ് അർത്ഥം. വേറൊരുവൻ ജയിലിൽ പോയി കിടന്നാൽ മതി എന്ന അർത്ഥം. വേറൊരുവന് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ള അർത്ഥം വരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി വേറൊരുവൻ ഒരിക്കലും ശിക്ഷ അനുഭവിക്കില്ല. പാപം തീരാനല്ല, പുണ്യം കിട്ടാനല്ല, അതല്ലെങ്കിൽ വേറെ ഒന്നിനും അല്ല ശരിക്കും പ്രാർത്ഥിക്കുന്നത് റിയലിസ്റ്റിക്കലി, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി നമ്മൾ പ്രാർത്ഥിക്കുന്നത് 3 കാര്യത്തിനാണ്. മറക്കരുത്, നിങ്ങളുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നിൽ നന്മകൾ വളരണം, ഞാൻ നല്ലൊരു മനുഷ്യനാവണം. അത് പ്രകൃതിയുടെയും കൂടി ആവശ്യമാണ്. ആ പ്രാർത്ഥന ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡാക്കാനുള്ള പ്രാർത്ഥനയാണ്. അതനുസരിച്ച് നമ്മളുടെ ജീവിതം മുഴുവനും മാറ്റിമറിക്കപ്പെടും. അസതോമ സദ്ഗമയ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. നന്മ നിറഞ്ഞൊരു മനസ്സ്, നന്മ നിറഞ്ഞൊരു സ്വഭാവം, നന്മ നിറഞ്ഞ ചിന്തകള്, നന്മ നിറഞ്ഞ വീക്ഷണം, മറ്റൊരർത്ഥത്തില് സ്നേഹം, ബഹുമാനം, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ഇത് നമ്മളുടെ മനസ്സിൽ നിറയുകയും വേണം. വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, ഭയം ഇതില്ലാതെയാവുകയും വേണം. ഇതിനുള്ള ഒന്നാമത്തെ പ്രാർത്ഥന. ഇനി അപ്പൊ മറ്റൊരർത്ഥത്തില് 3 തരത്തിലുള്ള പ്രാർത്ഥനയിൽ ഒന്ന് ഗുഡ് ആവാനുള്ള പ്രാർത്ഥന, 2 ഗ്രേറ്റ് ആവാനുള്ള പ്രാർത്ഥന. എനിക്ക് നല്ല പൊസിഷൻ കിട്ടണം, നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം, നല്ല അവാർഡുകൾ കിട്ടണം, നല്ല ലോകാംഗീകാരം കിട്ടണം, ഞാൻ പ്രസിഡന്റ് ആവണം, ഞാൻ സെക്രട്ടറി ആവണം, ഞാൻ വളരെ ഉയർന്നവനാവണം, ലോകം എന്നെ അറിയപ്പെടണം. ഇപ്പൊ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതാണ് 2ാമത്തെ പ്രാർത്ഥന. ഒന്നാമത്തേത് ഗുഡ് ആവാനുള്ള പ്രാർത്ഥന, 2ാമത്തേത് ഗ്രേറ്റ് ആവാനുള്ള പ്രാർത്ഥന, 3ാമത്തേത് പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ധനം, ധാന്യം, പശും, സുപുത്ര ലാഭം, ശതസംവത്സരം, ദീർഘമായുഹോ. ശരിക്ക് നമ്മളുടെ പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥനകൾ. എനിക്ക് വളരെയധികം സമ്പത്ത് വേണം, ധാരാളം സ്ഥലങ്ങൾ വേണം, ധാരാളം വാഹനങ്ങൾ വേണം, ധാരാളം സേവകരുണ്ടാവണം. മൊത്തത്തില് എനിക്ക് ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, പ്രോസ്പെരിറ്റിക്ക്, മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അശ്വതായി ഗോദായി ധനദായി മഹാധനേ ധനം മേം ജുഷതാം ദേവി സർവകാമം ദേഹി മേം പുത്രപൗത്രധനം ധാന്യം ഹസ്തിശ്വാദികവേരഥം പ്രജാനാം ഭവസി മാതായുഷ്മന്തം കരോതു മാം ന ക്രോധോ ന ജമാത്സര്യം ന ലോഭോ നാശുഭാമതി. ആദ്യം പറഞ്ഞത് എനിക്ക് രഥം വേണം, എനിക്ക് രാജ്യം വേണം, എനിക്ക് ഭരണം വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് ഭൂമി വേണം, ധാരാളം ധനധാന്യങ്ങൾ ഉണ്ടാകുന്നത് വേണം. പിന്നെ പറഞ്ഞത് ന ക്രോധോ, എനിക്ക് ദേഷ്യം ഉണ്ടാവരുത്, നജ മാത്സര്യം, കോമ്പറ്റീഷൻ അൺനെസസറി, മാത്സര്യം ഉണ്ടാവരുത്. ന ക്രോധോ നജ മാത്സര്യം ന ലോഭോ നാശുഭാമതി, ലോഭം പിശുക്കുണ്ടാവരുത്. ന ലോഭോ നാശുഭാമതി. കൃതപുണ്യാനാം ഭക്താനാം ശ്രീസൂക്തം സദഞ്ചവേദ ചന്ദ്രാഭാം ലക്ഷ്മീം ഈശാനാം സൂര്യാഭാം ശ്രയമേശ്വരീം. ഇത് വിവരണമാണ്, പ്രാർത്ഥനയല്ല. അപ്പൊ ശരിക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണെങ്കിലും ഓരോ വ്യക്തിയും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ അല്ലാഹുവിനോട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുന്നു, യഹോവയോട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗണപതിയോടോ മുരുകനോടോ കൃഷ്ണനോടോ വിഷ്ണുവിനോടോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് ഇല്ലാത്ത, അർഹിക്കാത്ത, യോജിക്കാത്ത ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചാലും അതെല്ലാം പ്രകൃതി ശക്തികളാണ്. ആ പ്രകൃതി ശക്തികൾ അല്ലാഹു ആയാലും യഹോവയായാലും മറ്റാരായാലും, അല്ലെങ്കിൽ കൃഷ്ണനോ വിഷ്ണുവോ ബ്രഹ്മാവോ ശിവനോ ആരായാലും, അവരൊന്നും ഇല്ലാത്തതിനെ നിങ്ങൾക്ക് തരില്ല, അർഹിക്കാത്തതിനെ നിങ്ങൾക്ക് തരില്ല. 5 ലിറ്റർ പെട്രോൾ ഒഴിച്ച് ഒരു 100 രൂപ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ സെന്റ് ജോസഫ് പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കിലോ ഇട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കാം. തിരുവനന്തപുരത്തുള്ള എൻ്റെ സ്കോർപിയോ വണ്ടിയിൽ ഞാൻ 5 ലിറ്റർ ഡീസൽ ഒഴിച്ചിട്ടുണ്ട്, ഇത് എറണാകുളം വരെ ഒരു പ്രശ്നവും ഇല്ലാതെ എത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കാം. അത് വർക്ക് ചെയ്യില്ല. എന്താ കാരണം?
അതിനകത്തുള്ള കണ്ടന്റ് 5 ലിറ്റർ ഡീസൽ മാത്രമാണ്. അത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ പോകും, അതിൽ കൂടുതൽ പോവില്ല. കാരണം ദൈവത്തിന് അതിൽ കൂടുതൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ദൈവം ഇതൊന്നും കൊണ്ടുപോകുന്ന ആളുമല്ല. അപ്പൊ ശരിക്ക് പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നല്ലവണ്ണം അറിയണം. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നിട്ട് പ്രാർത്ഥന ഫലിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഓർമ്മിക്കാനുള്ളത്, പണ്ട് വാഷിങ്ടണിൽ ഒരു സെമിനാറിന് പോയിരുന്നു ഞാൻ, കേരള ഹിന്ദുസിന്റെ ഒരു സെമിനാറിന്. അവിടെ സർവാഭരണ ഭൂഷിതയായിട്ടുള്ള ഒരു സ്ത്രീ, നല്ല റിച്ചായിട്ടുള്ള സ്ത്രീ, രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പൂജാമുറിയിൽ വന്ന് അവര് പ്രാർത്ഥിച്ചതിലെ കുറേ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് പിന്നെ അവര് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടേണം, തിരുവൈക്കം വാഴും ശിവശംഭോ, വഴിയിൽ നേർവഴി അരുളേണം നാഥ, തിരുവൈക്കം വാഴും ശിവശംഭോ, പടിയാരം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ഇങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ അകലെയായിട്ട് ഞാൻ ഇങ്ങനെ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കേണ്ടേ, ഗോപാലകൃഷ്ണൻ സാർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മന്ത്രത്തിൽ വല്ല തെറ്റുമുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും മന്ത്രമല്ല, നിങ്ങൾ പറഞ്ഞതെല്ലാം സ്തുതിയും പ്രാർത്ഥനയുമാണ്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടേണം, തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന വാക്കിന്റെ അർത്ഥം, വരിയുടെ അർത്ഥം അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ ഉടനെ എന്നോട് പറഞ്ഞത്, സാർ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നാണ്. ഞാൻ പറഞ്ഞു, കാലില് സ്വർണ്ണക്കൊലിച്ച്, അരയില് വളരെ തിക്കായിട്ടുള്ള അരപ്പെട്ട, കഴുത്തിൽ ഇഷ്ടംമാതിരി മാല, തലയിൽ സ്വർണത്തിന്റെ ഇത്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ അസാധാരണ വിധത്തിൽ കോസ്റ്റ്ലി. ഇത്രയും റിച്ചായ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഇപ്പോൾ ഉള്ള നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം, കരകയറ്റിയിടണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ളത് നരകമാണെങ്കിൽ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഏത് സ്വർഗത്തിലേക്കാണ് നിങ്ങളിനി പോകാൻ പോകുന്നത്? ഏത് സ്വർഗത്തിലേക്കാണ്? ഇത് നരകമാണെങ്കിൽ ഇനി വേറെ ഏത് സ്വർഗമാണ് ഉള്ളത് എന്ന് ഞാൻ വെറുതെ അവരോട് ചോദിച്ചു. അവരതിന് മറുപടി പറഞ്ഞത്, എനിക്ക് അവരിൽ നിന്ന് അതേ പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. സാറേ, ഇതൊക്കെ എൻ്റെ അമ്മ നിരന്തരം ചൊല്ലുന്നുണ്ട്, ഞാനത് ചൊല്ലുന്നത് മാത്രമേ ഉള്ളൂ, പ്രത്യേകം അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല ചൊല്ലുന്നത്. ഞാനിത് നിങ്ങളോട് പറയും, നിങ്ങൾ നിർബന്ധമായും പ്രാർത്ഥിക്കുമ്പോൾ അറിയണം, നന്മ നിറഞ്ഞ മനസ്സിനും നന്മ നിറഞ്ഞ വീക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന, ഗുഡ് ആവാനുള്ള പ്രാർത്ഥന, ഗ്രേറ്റ് ആവാനുള്ള പ്രാർത്ഥന, പ്രോസ്പർ ആവാനുള്ള പ്രാർത്ഥന. ഒരു 2-3 പെൺകുട്ടികൾ കോട്ടയത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നു. അവരെന്നെ വിളിച്ച് കുറേ കാലം മുമ്പാണ് ചോദിച്ചു, സാറ് പള്ളിയിൽ പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ഒരു മക്കളെ ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം എന്താ? ഇല്ല, ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ വളരെ സ്പീഡിൽ ഒരർത്ഥം ഇല്ലാതെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു തരും, മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ വെറുതെ അത് പറയാം, മെക്കാനിക്കലി പറയാം. അപ്പൊ ഞങ്ങൾക്ക് തോന്നി, സാറ് അമൃത ടി വിയിൽ പൈതൃക സന്ദേശം തരുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ അമൃത ടി വിയിൽ നിന്ന് സാറിൻ്റെ ഫോൺ നമ്പർ വിളിച്ച് അറിഞ്ഞ് ഞങ്ങൾ സാറിനെ വിളിക്കാം. മക്കളെ, നിങ്ങൾ മാത്രമല്ല എല്ലാവരും ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരർത്ഥവും അറിയാതെ വെറുതെ പ്രാർത്ഥിക്കാം. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരും, നിങ്ങൾ മാത്രമല്ല മക്കളെ, പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെയായാലും നമ്മൾ ആരുടെ മുമ്പിലാണോ നിന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ ചെന്ന് മനസ്സിൽ ഓർമ്മിക്കാം, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ ആരാധിക്കുന്നവരുണ്ട്, അവഹേളിക്കുന്നവരുണ്ട്, നമ്മൾക്ക് ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഇതാണ് യഥാർത്ഥം. അങ്ങനെയുള്ള ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും എല്ലാമുള്ള ജീവിതത്തിൽ, വിജയവും പരാജയവും വരവും പോക്കും എല്ലാമുള്ള ജീവിതത്തിൽ, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ തകരാതെ വരളാതെ ധന്യമായ ആ ജീവിതത്തിന് എനിക്ക് മനസ്സിന് കരുത്ത് തരണമേ ജഗദീശ്വര, ധന്യമായി ജീവിക്കാനുള്ള ധൈര്യം തരണമേ ജഗദീശ്വര. അതിനകത്ത് എല്ലാം പെടും മക്കളെ, അതിനകത്ത് പെടാത്തതൊന്നുമില്ല. അതിനകത്ത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ബെഡ് ഓഫ് റോസസ് അല്ല, റോസാപുഷ്പത്തിന്റെ ഒരു കിടക്കയല്ല, വിരിയല്ല.
ജീവിതം അതിലെല്ലാ തരത്തിലുള്ളതുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അത് എന്നെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിക്കുന്നു. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ തകരാതെ വരളാതെ വളരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതായിരിക്കണം യഥാർത്ഥ പ്രാർത്ഥന. ഓർമ്മിക്കുക, നമ്മളുടെ പ്രാർത്ഥനയിൽ ഗുഡ് ആവാനുള്ള പ്രാർത്ഥനയുണ്ട്, ഗ്രേറ്റ് ആവാനുള്ള പ്രാർത്ഥനയുണ്ട്, റിച്ച് ആവാനുള്ള പ്രാർത്ഥന അഥവാ പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ടെന്ന് അറിയണം. പ്രണാമം, നമസ്കാരം.